മലയാളി മുസ്ലിം അസോസിയേഷൻ ഓഫ് കാനഡ ഒരു 2018 തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു ഈദ് പരിപാടിക്ക് ഒരു പാർക്കിൽ വെറും ഒരു 100-150 പേരായിരുന്നു നമ്മളൊരു ഈദ് പരിപാടി എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു ഈദ് പരിപാടി ഏകദേശം 600-700 പേരോളം എത്തുന്ന ഒരു വലിയ ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കാണും, പുതിയ കാനഡയിൽ വന്ന ഫാമിലീസ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പണ്ട് 20 കൊല്ലമായിട്ട് ഇവിടെ വന്നവരുണ്ട്. ഈ ഒരു അവന്യൂ അവർക്ക് പഴയ ആൾക്കാരെ കാണാം, പുതിയ വന്ന ആൾക്കാർക്ക് ഇൻഫോർമേഷൻ നൽകാനും പുതിയ വന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഗൈഡൻസ് വേണം, അതൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് നേടാൻ പറ്റും. ഈ വർഷം നമ്മളിപ്പം ഇത് നമ്മുടെ സെക്കൻഡ് ഈദ് പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഈദ് പ്രോഗ്രാം ഇതിലും വലിയ ഒരു പ്രോഗ്രാമായി നടത്തിയതാണ്. ഇതിപ്പോൾ സെക്കൻഡ്. ഇനി ഇതിൻ്റെ അങ്ങോട്ട് നമ്മൾ സമ്മറിൽ ഒരു ബാർബിക്യൂ ഉണ്ടാവും. അതിനുശേഷം ഒരു ലേഡീസിൻ്റെ ഒരു ഈവൻ്റ് ഉണ്ട്. അതിനുശേഷം കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റിവലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 5 ഈവൻ്റാണ് ഇക്കൊല്ലം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓരോ വർഷവും ഇമിഗ്രൻ്റായിട്ട് വരുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്നവർ. പിന്നെ അതിലേറെക്കുറെ സ്റ്റുഡൻസാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് MSAP എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് ലോണ് MAC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ ജോബ് കിട്ടുന്നത് വരെയുള്ള അവർക്ക് ഫണ്ടിങ്, പിന്നെ അവർ പഠിക്കാനുള്ള ലോണ്, എന്നിട്ട് എപ്പോഴാണ് അവർക്ക് ജോബ് കിട്ടുന്നത് ആ സമയത്ത് അവർ പാർട്ടായിട്ട് തിരിച്ചടച്ചാൽ മതി. പിന്നെ അതുകൂടാതെ വരുന്ന ന്യൂ ഇമിഗ്രൻസിന് സെറ്റിൽമെൻറ്റ് പ്രോഗ്രാം, അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് പല കാര്യങ്ങളിലും അവർക്ക് ജോബ് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അവർ സെറ്റിൽമെൻറ്റ് പ്രോഗ്രാം അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു കൾച്ചറൽ പ്രോഗ്രാം മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. MAC എന്നുള്ള ഓർഗനൈസേഷൻ കേരളത്തിൽ നിന്ന് വരുന്ന പല ഭാഗത്തു നിന്നും വരുന്ന ആൾക്കാർക്കും അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും MAC ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം MAC ഓൺലൈൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്കത് അറിയാൻ പറ്റും. മലയാളി മുസ്ലിം അസോസിയേഷൻ ഓഫ് കാനഡ കഴിഞ്ഞ 7 വർഷത്തോളമായി കാനഡയിലെ GTA കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വിപുലമായ രീതിയിൽ എല്ലാ വർഷങ്ങളിലും നടത്താറുള്ള ഈദ് അതിന് പുറമെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ രൂപപ്പെട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ കൃത്യമായ വോളണ്ടിയേഴ്സിനെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് നടത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് MSAP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്യൂണറൽ സപ്പോർട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഫ്യൂണറൽ സപ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ കുറച്ചും കൂടി ചാരിറ്റി ഫോക്കസ്ഡ് ആയിക്കൊണ്ട് MAC.care എന്നുള്ള രീതിയിൽ ഒരു ചാരിറ്റി സംഘടന തന്നെ നമ്മൾ രൂപപ്പെട്ട് വരികയാണ്. ഈ ത്യാഗനിർഭരമായ സന്ദർഭങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസകൾ നേരുന്നു. MAC എല്ലാ കൊല്ലവും പെരുന്നാളിൻ്റെ അന്നാണ് പരിപാടി നടത്തുന്നത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പെരുന്നാളിൻ്റെ അന്ന് കൂട്ടുകൂടുക, നല്ല ഭക്ഷണം കഴിക്കാം. അതിൻ്റെ ഒപ്പം ഒന്ന് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ തീം എന്ന് പറഞ്ഞാൽ സൂഫിയാന സഫർ എന്നാണ്. ഐഡിയ ഈസ് കുറേ സൂഫി പാട്ടുകളും അത് പാടാനായിട്ട് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള പ്ലേ ബാക്ക് സിംഗർ ഡോക്ടർ ഫഹദാണ്. ഹി ഹാസ് സാങ് കപ്പിൾ ഓഫ് മലയാളം മൂവി സോങ്സ്. അതിൻ്റെ ഒപ്പം ഞങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ കുട്ടികൾ അവരുടെ ഡാൻസും ഉണ്ട്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ അനദർ കീ ലോഞ്ച് ഈസ് അവർ MAC.careൻ്റെ ലോഗോ ആണ്. അതിൻ്റെ ഇനീഷ്യേറ്റീവും അതിലെന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിനെ അവെയർ ചെയ്യാനും ഉള്ള ഒരു ഇനീഷ്യേറ്റീവും ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കീ ഹൈലൈറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി ഒരു 500-600 പേരുടെ പരിപാടിയാണ് ഇന്ന്.
सवेरा मेरे तन भर से कचरा अंधेरा तेरी जलती ला। हिम्मत अदा करो ओ मददगार मौला, आप ही हो कुव्वते परवरदिगार मौला। ओ शाह वरदा शेर यज़दा जा फिदा तुम पे मौला। Come on everybody. या अली जज्बात क्या है मौला, हालात क्या है मौला, के शातिर इसके सारे वार हो। हर सांसे ख्वाहिश सिले साजिश है कुछ है गिले, ये मुश्किलातें बेशुमार है। ओ शाह मर्दा शेर यज़दा जा फिदा तुम पे मौला। വളരെ നന്നായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചാൻസ് ആയിരുന്നു. ഞങ്ങൾ ജസ്റ്റ് മോൻ്റെ കോൺവെക്കേഷന് വന്നതാ, പക്ഷേ ഇറ്റ്സ് റിയലി അമേസിങ്. धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। धागे तोड़ लाओ चांदनी से नूर के, घूंघट ही बना लो रोशनी से नूर के। शर्मा गई तो आगोश में लो, हो सांसों से उलझी रहे मेरी सांसें। बोल हल्के हल्के, बोल हल्के हल्के, होंठ से हल्के हल्के, बोल हल्के। बोल हल्के हल्के, बोल हल्के हल्के, होठ से हल्के हल्के, बोल हल्के। घुंघरू है तू मैं तो हूँ पाँव पिया जननननन, पीपल तू मैं तो हूँ छाँव पिया तभी हूँ मगन। नैनों में बस छब तेरी लहराए झलके छलके छलके रे। बरसे हल्के हल्के अपने ही रंग में, अपने ही रंग में मुझको रंग दे, धीमे धीमे रंग में मुझको रंग दे, सोंधे सोंधे रंग में मुझको रंग दे, रंग दे रंग दे रंग दे। ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയുമായിട്ടുള്ള ഈ ഒരു പെരുന്നാളിൻ്റെ വേദിയിൽ നമുക്ക് ഓർമ്മകൾ അയവിറക്കാനും പുതു തലമുറയുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ഇത്തരം സംരംഭങ്ങൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അതിനുള്ള എല്ലാ ഓർഗനൈസേഴ്സിനും എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദി അറിയിക്കുകയാണ് ഇത്തരം. क्या हुआ तेरा वादा, वो कसम वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा, वो कसम वो इरादा।
याद है मुझको तूने कहा था तुमसे नहीं रूठेंगे कभी, दिल की तरह से आज मिले हैं कैसे भला छूटेंगे कभी। तेरी बाहों में बीती हर शाम बेवफा ये भी क्या याद नहीं क्या हुआ, तेरा वादा वो कसम वो इरादा बोलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा। क्या हुआ तेरा वादा वो कसम वो इरादा, आंखें तेरी कितनी हंसी कि इनका आशिक मैं बन गया हूँ, मुझको बसा ले इनमें तू। इश्क है कि इनका आशिक मैं बन गया हूँ, मुझको बसा ले इनमें तू। मुझसे ये हर घड़ी मेरा दिल कहे तुम ही हो उसकी आरज़ू, मुझसे ये हर घड़ी मेरे लब कहे तेरी ही हो सब गुफ्तगू। വെന്യൂ ആയാലും ഇവന്റ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. കുട്ടികളുടെ പരിപാടിയൊക്കെ പൊതുവെ വെൽ ഓർഗനൈസ്ഡ്. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. 2 നല്ല ഇവൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. മഴയൊക്കെ പൊടിയുന്നുണ്ട്, എനിക്കും വീട്ടിലേക്ക് ഓടാൻ സമയമായി. സമ്മറൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തിരിക്കുക. നമുക്ക് എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും കുറേ വിശേഷങ്ങളും കാഴ്ചകളുമായി നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.